നമ്മുടെ യാത്രാ വീഡിയോസ് തൽക്കാലം നമ്മളിവിടെ ഒന്ന് നിർത്തി വെക്കുകയാണ് കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തീരെ വ്യൂവേഴ്സ് കുറയുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത്രയും അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. നമുക്കൊരു ചായ കുടിക്കാം. ഒരു ചായയും ഒരു കടിയും. ഓക്കെ, നമ്മളവിടെ പോകണം കുഞ്ഞായി. നമ്മൾ ചായ കുടിക്കാൻ പോലെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം പയ്യെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ചൂടടിച്ചിട്ട് ആകപ്പാടെ കത്തി കരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം 2-3 ദിവസമായിട്ട് വൈകുന്നേരം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാതെ കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഋതുവുണ്ട്. ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും എല്ലാം അങ്ങ് വീഡിയോ പിടിച്ചിടാന്നുള്ള കണക്കൂട്ടിൽ അങ്ങനെ ഒരു തീരുമാനത്തിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ യാത്രാ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. റെക്കോർഡാണോ? കുറച്ചുകൂടി മോൾ ഇങ്ങനെ പിടിക്കണം. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചൂടടിച്ചിരിക്കുകയല്ലായിരുന്നോ, അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് കണക്കൂട്ടി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മഴയൊക്കെ കൊള്ളാതിരിക്കുകയല്ലായിരുന്നു. ഭയങ്കര ചൂടല്ലായിരുന്നു. ഇതിൻ്റെ പൊന്നെ ഉറങ്ങാനും മേല, വീട്ടിലിരിക്കാനും മേലാത്ത അവസ്ഥയാണ്. അതുപോലെ ചൂട് കരിഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നേരെ പിടിക്കുക. അങ്ങനെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് 2-3 ദിവസമായിട്ട് ഇപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നല്ല മഴ തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഇപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പോൾ ഒരു 4:30 ആയതേ ഉള്ളൂ. നല്ല മഴക്കാറ് കൊണ്ടിട്ട് ആകെ പാടെ ഇരുണ്ടിരിക്കുന്നതാണ്ടോ. 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. കാണിച്ചു കൊടുക്കണം. നേരെ കാണിക്കും. എൻ്റെ കൂടെ ഇപ്പം വീഡിയോ എടുക്കുന്നത് ഋതു റാം ആണ്. ഋതു അവധിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വികൃതി കാണിച്ചിങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ട്രാവൽ വീഡിയോസൊക്കെ കാണുമായിരിക്കും. ഇനിയിപ്പോൾ അത് എനിക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. കാരണം ട്രാവൽ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ അതിനുവേണ്ടി കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ട്രാവൽ വീഡിയോ തന്നെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യന്മാർ പോലും നമ്മുടെ വീഡിയോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാമെന്ന് കരുതി അങ്ങനെയാണ് ഇപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞങ്ങൾ ഇടും, അത് ഉറപ്പാണ്. അപ്പോൾ അത് കാണുന്ന ആൾക്കാർ കണ്ടോ, അല്ലാത്ത ആൾക്കാർക്ക് കാണണ്ട. എനിക്കിപ്പോൾ അതേ പറയാനൊക്കെ നേരെ പിടിക്കും. ഞാൻ നേരെ പിടി. അപ്പോൾ നമ്മളിതേ തൊട്ടടുത്തൊരു കടയിൽ ചായ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മഴ അവിടെ പെയ്യുന്നില്ലോടാ. പെരുമണിക്ക് ഉടനെ എടുക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വൈബി ചായ കുടിക്കാനൊക്കത്തില്ല. അവിടെ ഇങ്ങനത്തെ കട ഇല്ല. പെരുമണിക്ക് ഇങ്ങനത്തെ കട ഇല്ല. നമുക്ക് മാമുടിന് പോവാം. മാമുടിന് നേരെ പോവാം. ആ വഴി കൊള്ളത്തില്ല. ആ വഴി പിന്നെ മടുപ്പാ. ആ വഴി മുഴുവനും പോയി കിടക്കണേ. ആ വഴി മൊത്തം ടാറിങ് ചെയ്ത് കുളമാക്കിയിട്ടേക്കുന്ന, അത് പാച്ച് വർക്ക് ചെയ്തേക്കുന്ന ടാറിങ്ങാ. പാച്ച് വർക്ക് ചെയ്തേക്കുന്ന ടാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുതിരപ്പുറത്ത് ഓരോ ഇരിക്കും. ഞങ്ങൾ ഇച്ചിരി ചുറ്റിയായാലും നമുക്ക് എല്ലാം കൂടെ അങ്ങ് പോകാം. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോയി. മഴക്കാറിന്റെ ആ ഒരു ഇത് കണ്ട് ചാടിക്കേറി വണ്ടിയെ കയറി നേരെ പിടിക്കണ ക്യാമറ. എങ്ങോട്ട് പിടിക്കണ? നമ്മൾ മഴക്കാറായ കണ്ട പെട്ടെന്ന് ചാടി കയറി വണ്ടിയെ കയറി പോകുന്നത്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കേട്ടോ. നീ അത് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. മഴ പോയോടാ? മഴ പോയോ? ആ ചാറുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴ അവിടെ പെയ്യാറുള്ളതിന്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ? ആകാശമൊക്കെ ഉണ്ടോ? നല്ല ആ മഴക്കാരൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ? അത് കാണുമ്പോൾ തന്നെ ഒരു കുളിരല്ലേ? മഴ പെയ്ത് ഉണ്ടോ? മഴ പെയ്തുണ്ടോ? അടിപൊളിയാണ്. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ AC ഒക്കെ കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര രസമുണ്ടോ? നമ്മുടെ മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ചായക്കടയുണ്ട്. അത് ഈ തമിഴന്മാരുടെ ചായക്കട, തമിഴ് അണ്ണന്മാരുടെ ചായക്കടയാണ്. അവിടെ നല്ല കടികളൊക്കെ കിട്ടും. നല്ല കടി. നേരെ പിടിച്ചേ ക്യാമറ. നേരെ നോക്കി. അങ്ങനെയാണ്. അത് നല്ല രസമാണ് അവിടെ. ഇങ്ങോട്ട് പിടിക്കുക. നല്ല ചായക്കടയാണ്. നമ്മൾ അവിടെ പോയി ഒരു ചായയും 2 ഏത്തക്കാപ്പവും കഴിച്ചിട്ട് പോരും. ഓക്കെ. ഈ സ്ഥലം കണ്ടോ? കോട്ടയം ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട റബ്ബർ തോട്ടങ്ങളെല്ലാം പെടത്തിയിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കൈതകൃഷി ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് റബ്ബറിനെക്കാട്ടിലും
കൂടുതൽ ആദായം കിട്ടുന്നത് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വരുമാനം കൂടുതൽ കിട്ടുന്നത് ഇതിനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബർ തോട്ടങ്ങളെല്ലാം വെട്ടിയിട്ട് എല്ലായിടത്തും ഇപ്പം ഇതുപോലെ കൈത കൃഷി ചെയ്യുക. അതായിരിക്കണം കൂടുതൽ ലാഭകരമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, ഈ ഭാഗങ്ങൾ മുഴുവനും കൈത കൃഷിയാണ് കേട്ടോ. അപ്പോൾ കോട്ടയത്ത് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടയത്ത് എങ്ങോട്ട് നോക്കിയാലും റബ്ബറായിരുന്നു, റബ്ബറിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു കോട്ടയം ജില്ല. പക്ഷേ ഇപ്പോൾ കോട്ടയത്തെ മിക്ക സ്ഥലങ്ങളിലെ റബ്ബർ നടത്തിയിട്ട് ഇപ്പം കൃഷി നമ്മളെ കൈതയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കെങ്ങാണ്ട് കിടത്തിയതാണ് കേട്ടോ. നടത്തിയിട്ട് ഇപ്പോൾ തന്നെ കൈത കൊണ്ടിട്ടേക്കുന്നുണ്ടോ കേട്ടോ. കൈത നടാനായിട്ട് കൊണ്ടിട്ടേക്കുന്നുണ്ടോ കണ്ടോ, കൈത നടാനായിട്ട് കൊണ്ടിട്ടേക്കുന്നുണ്ടോ കൈത. ഇവിടെ കൈത പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് ഒരു റബ്ബർ തോട്ടമായിരുന്നു. ഇവിടെ വലിയൊരു സ്റ്റീലിൻ്റെ ഇതുണ്ട് കേട്ടോ, ഗോഡൗണ്. വലിയ കമ്പിയും അതുപോലെ തന്നെ സ്റ്റീൽ കമ്പികളും ഒക്കെ എടുക്കുന്ന ഗോഡൗൺ. അത് മാമൂട് എന്ന് പറഞ്ഞ സ്ഥലം. മാമൂട് ഇത് കണ്ടോ, തേൻവില്ല നിൽക്കുന്ന കണ്ടോ. ഇപ്പൊ ഈ മഴയത്ത് അതെല്ലാം പൊഴിഞ്ഞു പോകും, അതുപോലെ മഴയാ. വീട്ടിൽ പിടിക്കും. വേണ്ടേ, അടുത്ത കൈത കൃഷിയാണ്. അതല്ലടാ അവിടെ നോക്കിയ കൈത കൃഷി ഉണ്ടോ കണ്ടോ. ഇത് മഴ പെയ്യുന്നതുകൊണ്ട് ക്ലിയർ ആകാതെ ഉണ്ടോ. അത് മുഴുവൻ കൈത കൃഷിയാണ്. പക്ഷെ എവിടെ നോക്കിയാലും കൈതയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. പിടിച്ചേ, ക്യാമറ പിടിച്ചേ. കട കാണിച്ചു. ഇതാണ് നമ്മളെ അണ്ണന്മാരുടെ കട. ഇവിടെ കൊച്ചിട്ടാണ്. ഋതുവാണ് കേട്ടോ ക്യാമറമാൻ, അതുകൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. ഏത് കടയില്? അത് കൊള്ളാം അല്ലേ. എന്നാ അത് പിടിക്കാം. അത് കൊള്ളാം. എന്നാ പിടി. ഞാൻ ആ കാര്യം ഓർത്തില്ല. പിടിച്ചേ, പിടിക്കും. നമുക്ക് അപ്പുറത്ത് വേറൊരു കടയുണ്ട്, അവിടെ നല്ല വൈബ്. അവിടെ ആകുമ്പോൾ വണ്ടി ഇടുകയും ചെയ്യാം. ഇതാകുമ്പോൾ അങ്ങോട്ട് നടന്നു പോകേണ്ടി വരും മഴയത്ത്. അപ്പുറത്തോട്ട് പോവേ. നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴയാണല്ലോടാ. എടാ കട ഇല്ലടാ, ആ കട അടച്ചിട്ടേ പോ. ഇതായിരുന്നു കേട്ടോ കട. ഇതായിരുന്നു കട, പക്ഷെ അത് അടച്ചിട്ടേക്കാണ് കേട്ടോ. ഇത് പിടി, നമുക്ക് അപ്പുറത്ത് തന്നെ പോവാം. പിടിക്ക്. അങ്ങനെ നമ്മൾ തപ്പിപ്പോയ കട തുറന്നിട്ടില്ല, അതുകൊണ്ട് ഉള്ള കട കയറി നമുക്ക് രണ്ട് ചായ കുടിച്ചിട്ട് വരാം. ഇറങ്ങി വാ. ചാടിക്കോ. ഓടിക്കറി. രണ്ട് ചായ എന്താ വീഡിയോക്കകത്തുണ്ട്. രണ്ട് ചായതാ. ഒരെണ്ണം ഇച്ചിരി ആറ്റി തരണം. ഒരെണ്ണം ഇച്ചിരി ചൂട് ആക്കി കുറച്ച് തരണേ. കടി എന്നാടാ വേണ്ടേ? ഉഴുന്നോടാണോ? ചൂട് ഇതാ. എടാ എന്നടി കാണിക്കുന്നത്? ആണ്ടേ പറയാ. ഇത് ചൂടാണോ? കസേരയില്ലേ? നനഞ്ഞോ? ഏത്തക്കാമ കഴിക്കട്ടെ. നല്ലതാണോ? നമ്മുടെ യാത്രാ വീഡിയോസ് ഒക്കെ നമ്മൾ തൽക്കാലം നിർത്തി വെക്കുകയാണ് കേട്ടോ. എന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഋതുവാ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് മൊത്തം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനായിരിക്കും ചിലപ്പോൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണ് കാണുകയില്ല, ചിലപ്പോൾ മൂക്ക് കാണുന്നില്ല. അതൊക്കെ പ്രശ്നം. അപ്പം നമ്മുടെ യാത്രാ വീഡിയോസ് തൽക്കാലം നമ്മളിവിടെ ഒന്ന് നിർത്തി വെക്കുകയാണ് കേട്ടോ. നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകും.
അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാനുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒരു മനുഷ്യന്മാർ പോലും ഇതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു വ്യൂവേഴ്സ് ഇല്ല, ഒരു 800 വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തീരെ വ്യൂവേഴ്സ് കുറയുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത്രയും അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ പിടിക്കും, ഇങ്ങോട്ട് നോക്ക്, നേരെ പിടിക്കും, ക്യാമറ നേരെ പിടിക്കും. എന്നെ കിട്ടുന്നുണ്ടോ? മൊത്തം കിട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ അത്രയും നല്ല വീഡിയോസൊക്കെ, നമ്മുടെ വീഡിയോസൊക്കെ പുറകിലോട്ട് കിടക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ്. നമ്മൾ ക്വാളിറ്റിയിലൊന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല HD 4K ക്വാളിറ്റിയിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തത്. പക്ഷേ ആർക്കും അതൊന്നും വലിയ താല്പര്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ റോ ഫോട്ടോജ് ഒക്കെ എടുത്ത് റോ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടുന്ന ആളുകൾക്കൊക്കെ നല്ല വ്യൂവേഴ്സ് ഉണ്ട്, നല്ലതായിട്ട് അവർ വൈറലാകുന്നുണ്ട്. അപ്പം ഞങ്ങളും അത്തരത്തിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടിയുള്ള കണക്കൂട്ടിൽ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവധിക്കാലമൊക്കെ അല്ലേ, ഞാനും ഋതുവും എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഈ ഒരു വീഡിയോ മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നാളെ മുതൽ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഉണ്ടാവും. ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള കണക്കൂട്ടിലാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ യാത്ര വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. തീർത്ത് നമ്മളത് ഒഴിവാക്കുമല്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ബൈക്കുമായിട്ട് ഡോമിനാറുമായിട്ട് നമ്മൾ യാത്ര പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോസ് ഉണ്ടാവും. ഞങ്ങൾ മുമ്പേ കാണിച്ച ആ ഒരു കൈതത്തോട്ടമാണ് കേട്ടോ. അത് നോക്കി. ഇങ്ങനെ നോക്കാതെ അങ്ങോട്ട് നടക്ക് പറ. കൈതത്തോട്ടം കണ്ടോ? മഴക്കാറ് കൊണ്ട് നിൽക്കുന്ന കണ്ടോ? അങ്ങോട്ട് നോക്കി. ഓ, നീ ഇറക്കിടുവോ? പിന്നെ എന്നാ എന്ത് വീഡിയോ? ഒന്ന് ഇറക്കിയിട്ടേ. എന്തിനാ താക്കോല്? എന്നാ എന്നിട്ട് സ്റ്റാർട്ടാക്കിട്ട് എന്നിട്ട് അപ്പോൾ അതെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരും. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇത് പറയാൻ വേണ്ടി വന്ന അല്ലടാ അല്ലേ? എങ്ങോട്ട് നോക്കി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ഇങ്ങോട്ട് കാണിക്കേ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. കുഞ്ഞായി, നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമെന്നല്ലേ പറയണ്ടേ? അല്ലേ? എന്നാ പറ. ഒന്നുകൂടി പറ.